ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പൽ, അത് INSV തരിണിയാണ്. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പലിൻ്റെ പേരാണ് INSV തരിണി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളമാണ് ഇൻഡോറിലുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ജയ്സാൽമീറിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ജയ്സാൽമീറിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. ജയ്സാൽമീറിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ചോദ്യം, ഏതു രാജ്യമാണ് ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യ ബലൂണുകൾ പറത്തിവിട്ടത്? ഏതു രാജ്യമാണ് ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യ ബലൂണുകൾ പറത്തിവിട്ടത്? അത് ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയയാണ് ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യ ബലൂണുകൾ പറത്തിവിട്ടത്. അടുത്ത ചോദ്യം, 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ബാങ്കാണ്? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 180 രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. 180 രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ 176 സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം. രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം മസാലിയാണ്, ഗുജറാത്തിലെ മസാലി. മസാലിക്ക് 40 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തി വരുന്നത്. രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം ഏതാണ്? അത് മസാലിയാണ്, അത് ഗുജറാത്തിലാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് നേരത്തെ പറഞ്ഞായിരുന്നു, ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം ഇൻഡോറിലാണ് ഉള്ളത്. അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? അത് പ്രണവ് ജ്യോതിനാഥാണ്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് പ്രണവ് ജ്യോതിനാഥാണ്. അടുത്ത ചോദ്യം, എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഏതാണ്? അനന്ത്നാഥാണ്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അനന്ത്നാഥ്. ഓക്കെ, താങ്ക് യു.